എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിൽ വീണ്ടും സംഘർഷം. ബിഷപ്പ് ഹൗസിലേക്ക് വൈദിക സമിതി യോഗത്തിൽ പുതിയ വൈദികരെ സിനഡ് അനുകൂലികൾ തടഞ്ഞു. എറണാകുളം ബിഷപ്പ് ഹൗസിന് പുറത്ത് വൈദികരുമായി വാക്കേറ്റം നടക്കുകയാണ്. അനിൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ, ഈ കുർബാന തർക്കത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളാണിത്. എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ സമരം നടത്തുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷമാണ് ഇവിടെയുള്ളത്. ഇവിടെ വൈദിക സമിതി യോഗം നടക്കുന്നതിന് വൈദിക സമ്മേളനം, അതായത് കാനോനിക നിയമപ്രകാരമല്ലാത്ത വൈദിക സമിതി യോഗമാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. വൈദിക സമിതിക്ക് ഒപ്പം കൊറോണ വികാരിമാരുടെയും ഒപ്പം തന്നെ ആലോചനാ സമിതി അംഗങ്ങളുടെയും കൂടിയുള്ള യോഗമാണ് ഇവിടെ ചേരുന്നത്. അതിനായി ആദ്യം ഇന്ന് രാവിലെ വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ എത്തിയപ്പോൾ കുര്യാക്കോസ് മുണ്ടാടനെ അവർ തടഞ്ഞിരുന്നു. സിനഡ് അനുകൂലികളായ ആളുകളാണ് ഇത്തരത്തിൽ തടസ്സവുമായി അവിടെ എത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. അദ്ദേഹം പുറത്തു നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി അവിടേക്ക് എത്തി. ചില വൈദികരും ഇതിനോടൊപ്പം അനുബന്ധിച്ച് ഇവിടെ എത്തുകയും ചെയ്തു. അത്തരം ലിസ്റ്റിലില്ലാത്ത വൈദികരെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനഡ് അനുകൂലികൾ ഇവിടെ ഇവർക്ക് മുമ്പിൽ പ്രതിരോധം സൃഷ്ടിച്ചത്. തുടർന്ന് ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കി, കുറേയേറെ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇതോടുകൂടി ആണ് സംഘർഷത്തിന് കുറച്ചൊരു ശമനമുണ്ടായത്. പക്ഷേ ഇപ്പോഴും മറ്റ് ഇടവകളിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കുകയും ചെയ്യുകയാണ്. ഇതുവരെയും ഈ സമ്മേളനം ആരംഭിച്ചിട്ടില്ല. വൈദിക സമിതി യോഗമോ അതുപോലെ തന്നെ ആലോചനാ സമിതി അംഗങ്ങളുടെയും ഒക്കെയുള്ള സംയുക്ത യോഗം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുള്ള ജോസഫ് പാംപ്ലാനി ഇന്നലെ രാത്രി തന്നെ ഇവിടെ ബിഷപ്പ് ഹൗസിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എത്തി. തുടർന്ന് യോഗം രാവിലെ 10 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കേണ്ട ആൾ വൈദിക സമിതിയുടെ സെക്രട്ടറിയാണ് കുര്യാക്കോസ് മുണ്ടാടൻ. അദ്ദേഹത്തെ രാവിലെ തന്നെ സിനഡ് അനുകൂലികൾ തടയുകയും അദ്ദേഹത്തിന് തിരിച്ചു പോവുകയും ചെയ്യേണ്ടി വന്നു. തുടർന്ന് വന്ന മറ്റു വൈദികർ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂരിയ അംഗങ്ങൾ അടക്കമുള്ളവർ ഈ രീതിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. വലിയ തോതിൽ പ്രതിഷേധം സൃഷ്ടിച്ചിരുന്ന ആളുകളിൽ കുറേയേറെ പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. മറ്റുള്ളവരെ കുറച്ച് ദൂരത്തേക്ക് ഇപ്പോൾ പോലീസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോകാനുള്ള വാഹനം തടയും എന്ന പ്രഖ്യാപനവുമായി മറ്റുള്ളവർ നിൽക്കുകയും ചെയ്യുന്നു. വനിതകൾ അടക്കമുള്ളവർ ഈ രീതിയിലുള്ള പ്രതിഷേധത്തിനായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. പക്ഷേ യോഗം ആരംഭിച്ചാൽ ഏതാണ്ട് ഒരു സമവായത്തിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ധാരണ ഇങ്ങനെയാണ്: ഞായറാഴ്ചകളിലും അതുപോലെ സഭയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും സിനഡ് കുർബാന ചൊല്ലാൻ എല്ലാ വൈദികരും തയ്യാറാകും. ഒപ്പം തന്നെ ഇതിനെ കുറച്ച് മാസങ്ങളുടെ ഒരു കാലയളവ് അനുവദിക്കുകയും ചെയ്യും. അതായത് ജനാഭിമുഖ കുർബാന കുറച്ച് മാസങ്ങൾ കൂടി തുടരാനുള്ള അനുവാദം നൽകുകയും ചെയ്യും. ഇത് എല്ലായിടത്തും പ്രാവർത്തികമാകുന്ന മുറയ്ക്ക് നിലവിലെ കൂരിയയെ മാറ്റാം എന്ന കാര്യം വൈദിക സമിതിക്ക് രേഖാമൂലം എഴുതി നൽകാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഏതാണ്ട് തത്വത്തിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ധാരണകളാണ് രൂപപ്പെടുന്നത്. ഇതിന് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഇരുപക്ഷവും തയ്യാറായാൽ പ്രശ്നം ഏതാണ്ട് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായ ജോസഫ് പാംപ്ലാനി മെത്രാപ്പൊലീത്തയും പറയുന്നത്. വൈദിക സമിതി അടങ്ങുന്ന ഈ വൈദിക കൂട്ടായ്മ, അതായത് കാനോനിക ബോഡിയായ വൈദിക സമിതി അല്ല ഇന്ന് കൂടുന്നത്, മറിച്ച് വൈദിക സമിതിക്ക് ഒപ്പം മറ്റു വൈദികർ, അതായത് ഫൊറോണ വികാരിമാർ, അതുപോലെ നിലവിൽ ഇല്ലാത്ത ആലോചനാ സമിതി, അതായത് കഴിഞ്ഞ കൂരിയയുടെയൊക്കെ സമയത്ത് നിലവിലുണ്ടായിരുന്ന ആലോചനാ സമിതി അംഗങ്ങൾ എന്നിവർ അടങ്ങുന്ന വിപുലമായ ഒരു സമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നതും. കൂരിയ അംഗങ്ങൾ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ച് ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ സിനഡ് അനുകൂലികളായ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം നടത്തുന്നത്. ഈ
ഇതിൻ്റെ പുറത്ത് അരമനയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തുന്നത്. വൈദികരെ അനുകൂലിക്കുന്ന വിമത വിഭാഗത്തിൻ്റെ അൽമായ നേതാക്കളെല്ലാം ഇവിടെ നിന്ന് കുറച്ചു മാറി കലൂരുള്ള സഭയുടെ മറ്റൊരു സെൻറ്ററായ കർദിനാൾ പാറേക്കാട്ടിൽ റിന്യൂവൽ സെൻറ്ററിലാണ് പ്രത്യേക സമ്മേളനം ചേരുന്നത്. അവർ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയാൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കുകയാണ്. തൽക്കാലം ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട സ്ഥലത്തെ സംഘർഷം പരിഹരിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വനിതകളടക്കമുള്ളവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റാനോ ഉള്ള ശ്രമമാണ് പോലീസ് ഇവിടെ നടത്തുകയും ചെയ്യുന്നത്. വിശ്വാസികളെ ആരെയും തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളെയും ഇവിടെ തമ്പടിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് കൂടിയാണ് പോലീസ് ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും സ്ത്രീകളും പ്രായമായവരടക്കമുള്ളവർ ഉണ്ട്. പലരെയും ബലപ്രയോഗത്തിലൂടെ പോലീസ് നീക്കുന്നത് കാണാം. അവർക്ക് അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾക്ക് എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാനുണ്ടോ? അവരോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പാടില്ല, അവരിവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടെങ്കിൽ പൊക്കോളാനാണ് പറയുന്നത്. ഞങ്ങൾ ആർക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഒന്നിനും വരുന്നില്ല. പോലീസുകാരെ തല്ലിയിട്ടോ ഈ ഗേറ്റ് മുഴുവൻ അടിച്ച് തകർത്തിട്ടോ ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചപ്പോഴോ ഒരു പോലീസിന്റെ ശൗര്യവും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളുടെ പ്രതിഷേധമാണ് ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹുങ്കായിപ്പോയി. അവര് ചെയ്തോട്ടെ, ഞങ്ങൾ പോവുക. അതെനിക്ക് നിശ്ചയില്ല എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. കുറെ പേരുണ്ട്, പക്ഷെ കുറെ അന്യായമായ കുറെ കാര്യങ്ങൾ ഇവര് പറഞ്ഞ കാര്യം തന്നെയാ. ഏകീകൃത കുർബാന അവര് പറഞ്ഞതാ, ഞങ്ങളായിട്ട് പറഞ്ഞതല്ല. അച്ഛന്മാര് പണിയെടുത്ത് ജീവിക്കട്ടെ. ഞങ്ങളുടെ സ്വത്ത് കൊണ്ട് എന്തിനാ അവർ ജീവിക്കുന്നു? അവര് വാരിയെല്ലാം അടിച്ച് പോലീസുകാരെ ഓടിച്ചല്ലോ, എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല? ഈ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇവർ നടത്തുന്നത്. അച്ഛന്മാർ പണിയെടുത്ത് ജീവിക്കട്ടെ എന്നൊക്കെയുള്ള പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. പോലീസ് ഇപ്പോൾ ആളുകളെ വീണ്ടും ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി മാറ്റുകയാണ്. ഇവിടുന്ന് സ്ത്രീകൾ അടക്കമുള്ളവരെ തള്ളി നീക്കി അരമനയുടെ, അതായത് ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റുകളിൽ നിന്ന് മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പുറത്ത് മറ്റൊരു വിഭാഗം, വിമത വിഭാഗത്തിൻ്റെ യോഗം നടക്കുന്നുണ്ട്. അവർ കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സംഘർഷം മറ്റൊരു ലെവലിലേക്ക് പോകും, വലിയ സംഘർഷത്തിലേക്ക് പോകും. അതിനെ നിയന്ത്രിക്കാൻ ഒരുപക്ഷെ കഴിയാതെ വരും. വലിയ തോതിലുള്ള ഒരു വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്ന വലിയൊരു പ്രശ്നമായി അത് മാറുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒരു ക്രമസമാധാന പ്രശ്നം അത്തരത്തിൽ മോശമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് കൂടിയുണ്ട്. അതിനാൽ തന്നെ അത്തരമൊരു മാർഗം പോലീസ് തേടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ ബാക്കിയുള്ളവർ പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വിശ്വാസികളെ എല്ലാവരെയും തൊട്ട് അടുത്തുള്ള സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഭാഗത്തേക്കാണ് പോലീസ് നീക്കുന്നത്. അതിനുള്ളിൽ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് വിശ്വാസികൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ യോഗം തുടങ്ങും. ആ യോഗത്തിലേക്ക് അതായത് കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള വൈദികർ എത്തുകയും ചെയ്യും. ഇന്ന് ഈ യോഗം, അതായത് വൈദിക കൂട്ടായ്മ യോഗം നടക്കും. ആ വൈദിക കൂട്ടായ്മ യോഗത്തിൽ ഒരു സമവായത്തിലേക്ക്, എല്ലാ രീതിയിലുമുള്ള ഒരു സമവായത്തിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം കൂടി വൈദികർ പറയുന്നുണ്ട്. ഏതാണ്ട് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇന്നൊരു സമവായം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ എളുപ്പം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്നുകൂടി ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നു കുർബാന തർക്കം എന്നുള്ളതാണ് ഇന്ന് നടന്ന ഈ സംഭവ വികാസങ്ങൾ കൂടി തെളിയിക്കുന്നത്. അനിൽ ജോർജാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ